സണ്ണി ഡിയോൾ നായകനായ ജാട്ട് എന്ന സിനിമയിലെ ഒരു രംഗം മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആക്ഷേപവുമായി പഞ്ചാബിലെ ക്രിസ്ത്യൻ മതസംഘടനാ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ചിത്രത്തിലെ അഭിനേതാക്കൾക്കും സംവിധായകനും നിർമ്മാതാവിനുമെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിലെ വിവാദമായ സീൻ മാറ്റിയെന്നറിയിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ചിത്രത്തിലെ ഒരു പ്രത്യേക രംഗത്തിനെതിരെ പ്രതിഷേധമുയർന്നതായി അറിയാൻ കഴിഞ്ഞുവെന്നും അതിനാൽ ചിത്രത്തിൽ നിന്ന് ആ രംഗം നീക്കം ചെയ്തിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ആരുടെയും മതവികാരം വ്രണപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. അങ്ങനെ സംഭവിച്ചതിൽ ഖേദിക്കുന്നുവെന്നും വിശ്വാസം വ്രണപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് പ്രസ്താവനയിലെ ഉള്ളടക്കം. ചിത്രത്തിൽ രൺദീപ് ഹൂഡ അവതരിപ്പിച്ചിരിക്കുന്ന പ്രതിനായക കഥാപാത്രത്തിന്റെ ഒരു രംഗമാണ് മതനേതാക്കളെ പ്രകോപിപ്പിച്ചത്. രണതുംഗ എന്ന ഈ കഥാപാത്രം ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പ്രദേശത്തെ വിശ്വാസികളായ നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒരു രംഗം ചിത്രത്തിലുണ്ട്. കുരിശിലേറ്റിയ ക്രിസ്തുവിന്റെ രൂപത്തിന്റെ പശ്ചാത്തലത്തിൽ അതേ മാതൃകയിൽ കൈകൾ ഉയർത്തിയാണ് രൺദീപ് ഹൂഡയുടെ കഥാപാത്രത്തിന്റെ നിൽപ്പ്. ഇത് ക്രിസ്ത്യൻ വിശ്വാസത്തെ മോശമായി ചിത്രീകരിക്കാൻ കരുതിക്കൂട്ടി ഉൾപ്പെടുത്തിയ രംഗമാണെന്നായിരുന്നു മതനേതാക്കൾ ആരോപിച്ചത്. അതേസമയം നേരത്തെയും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ നിർദ്ദേശപ്രകാരം ജാട്ട് എന്ന ചിത്രത്തിൽ 22 മാറ്റം വരുത്തിയിരുന്നു. ചിത്രത്തിലെ രംഗങ്ങളിലും മാറ്റം വരുത്തിയിരുന്നു. ഇതോടെ 2 മിനിറ്റും 6 സെക്കൻഡും ദൈർഘ്യമുള്ള രംഗങ്ങൾ വെട്ടിമാറ്റി. ഈ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞതോടെ UA 16+ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നൽകിയത്. 153.31 മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അതായത് 2 മണിക്കൂർ 33 മിനിറ്റും 31 സെക്കൻഡും. പുഷ്പ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും പീപ്പിൾ ഫിലിം ഫാക്ടറിയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. തെലുങ്ക് മാസ് മസാല രീതിയിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം മികച്ച പ്രതികരണങ്ങൾ തന്നെ തിയേറ്ററുകളിൽ നിന്നും നേടുന്നുണ്ട്. സണ്ണി ഡിയോളിനൊപ്പം രൺദീപ് ഹൂഡ, വിനീത് കുമാർ സിംഗ്, റജീന കസാൻഡ്ര, സയാമി ഖേർ, സൗരഭ് ഘോഷ് എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഗോപിചന്ദ് മലിനേനിയാണ് ജാട്ടിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.